പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം രാജ്യസഭാംഗവും ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീമാൻ എ റഹീം നടത്തിയ ഒരു ഇംഗ്ലീഷ് ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം സംബന്ധിച്ച് വിശദമായൊരു വീഡിയോ ഞാൻ ചെയ്യുകയുണ്ടായി. അതിന് ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങളിലേക്കൊന്നും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ എ റഹീം എന്ന് പറഞ്ഞിട്ടുള്ള ഈ രാജ്യസഭാംഗത്തിന് ലഭിച്ചിട്ടുള്ള രണ്ട് ബിരുദങ്ങൾ, ഒന്ന് ബിരുദാനന്തര ബിരുദവും ഒന്ന് ബിരുദവും, ആ ബിരുദങ്ങൾ കൃത്രിമമായിട്ടാണ് ലഭിച്ചത് എന്നുള്ളത് ഉള്ള എൻ്റെ വാദം എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എ റഹീമിന് കേരള സർവകലാശാലയിൽ നിന്ന് MA ഇസ്ലാമിക് ഹിസ്റ്ററിയിലും ഹിസ്റ്ററിയിൽ MAയും ബിരുദാനന്തര ബിരുദവും, ലോ അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് LLBയും ലഭിച്ചിരുന്നു എന്ന് ഞാൻ എൻ്റെ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാലോ, ഇയാൾ പതിറ്റാണ്ടുകളായി പൂർണ്ണസമയ പൊതുപ്രവർത്തകനാണ്. സിൻഡിക്കേറ്റ് അംഗമായിരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചിട്ടുണ്ട്, SFIയുടെ ഭാരവാഹിയായിരുന്നു, സംസ്ഥാന DYFIയുടെ ഭാരവാഹിയായിരുന്നു, കഴിഞ്ഞ 5 വർഷക്കാലമായി DYFIയുടെ അഖിലേന്ത്യാ ഭാരവാഹിയുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മുഴുവൻ സമയ പൊതുപ്രവർത്തകൻ ഒരു ബിരുദാനന്തര ബിരുദവും ഒരു നിയമബിരുദവും എടുത്തു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ബിരുദാനന്തര ബിരുദവും ഒരു നിയമബിരുദവും. അതിൽ ബിരുദാനന്തര ബിരുദം എന്ന് പറഞ്ഞാൽ MA ഇസ്ലാമിക് ഹിസ്റ്ററി. MA ഇസ്ലാമിക് ഹിസ്റ്ററി അയാൾ ഫുൾ ടൈം ആയിരുന്നോ പാർട്ട് ടൈം ആണോ എന്നെനിക്കറിയില്ല. പക്ഷേ ആ ഇസ്ലാമിക് ഹിസ്റ്ററിയെ സംബന്ധിച്ചിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. MA പഠിക്കുമ്പോൾ MAയ്ക്കുള്ള മിനിമം അറ്റൻഡൻസ് ഉണ്ട്, ഒരുപാട് പരീക്ഷകളുണ്ട്. ഇതെല്ലാം കടന്നു വരുമ്പോഴാണ് MA ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ബിരുദാനന്തര ബിരുദം കയ്യിൽ കിട്ടുക. അത് കേരള സർവകലാശാലയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇയാൾക്ക് LLB ഡിഗ്രി ഉണ്ട്. LLB ഡിഗ്രി അയാൾക്ക് ലഭിച്ചിരിക്കുന്നത് ലോ അക്കാദമി എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു നിയമ വിദ്യാലയത്തിൽ നിന്നാണ്. സുഹൃത്തുക്കളെ, എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ മുഴുവൻ സമയ പ്രവർത്തകനായിട്ടുള്ള ഈ എ റഹീം, അയാൾക്ക് MA ഇസ്ലാമിക് ഹിസ്റ്ററിയും LLBയും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്രിമമായിട്ടാണോ ലഭിച്ചത് എന്നുള്ള സംശയമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉയർത്താൻ ശ്രമിക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം അയാൾ നടത്തിയിട്ടുള്ള ഇംഗ്ലീഷ് ഉപയോഗമാണ്. എന്നുവെച്ചാൽ ഏറ്റവും തരം താഴ്ന്ന രീതിയിലുള്ള ഇംഗ്ലീഷിൻ്റെ ഒരു ബാലപാഠം പോലും അറിയാവുന്ന ഒരാൾ പോലും പറയാത്ത അത്ര തരം താഴ്ന്ന രീതിയിലാണ് ഈ എ റഹീം ഈ കഴിഞ്ഞ ദിവസം കർണാടകത്തിലെ ഒരു പ്രാദേശിക TV ചാനലിൻ്റെ ഒരു മാധ്യമപ്രവർത്തകനോട് നടത്തിയത് എന്നുള്ളത് കൊണ്ടാണ് ഈ സംശയം ഞാൻ ഇവിടെ ഉയർത്തുന്നത്. കാരണം ഇത്രയും തരം താഴ്ന്ന രീതിയിലുള്ള, തനിക്ക് ഇംഗ്ലീഷിൻ്റെ ABCD പോലും അറിയാൻ പാടില്ല എന്ന് തോന്നിക്കുന്ന പ്രതികരണം നടത്തിയിട്ടുള്ള എ റഹീം DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും 3 വർഷമായി രാജ്യസഭാംഗവും അതിനപ്പുറം ഒരു ബിരുദാനന്തര ബിരുദവും ഒരു നിയമബിരുദവും നേടിയ ആളാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ സംശയം സ്വാഭാവികമായി ഉയരുന്നത്. ഒരുപക്ഷെ ഒരു ബിരുദമൊക്കെ മാത്രം എടുത്തിട്ടുള്ളത് എന്ന് പറയുന്ന ആളാണെങ്കിൽ ഇതുപോലെ പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് സൂപ്പർ ക്വാളിഫൈഡ് ആയിട്ടാണ് നമുക്ക് തോന്നുക. ഒരു ബിരുദാനന്തര ബിരുദവും ഒരു നിയമബിരുദവും. ഇപ്പോൾ ബിരുദാനന്തര ബിരുദം എടുക്കുക എന്ന് പറഞ്ഞാൽ ലളിതമാണെന്ന് ഞാൻ സൂചിപ്പിക്കുന്നില്ല, വളരെ സങ്കീർണമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിനപ്പുറത്ത് ഒരു നിയമബിരുദവും കൂടി ഇയാൾക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, അയാളുടെ പ്രവർത്തന മണ്ഡലം ഡൽഹിയാണ്, അയാളുടെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ രാജ്യസഭയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു പൂർണ്ണസമയ പൊതുപ്രവർത്തകന് ഇത്രയും ഈ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായിട്ടുള്ള ഇംഗ്ലീഷ് പോലും ഉപയോഗിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല എന്ന് വരുമ്പോൾ അയാൾ എടുത്തിട്ടുള്ള ബിരുദവും ബിരുദാനന്തര ബിരുദത്തെ കുറിച്ചിട്ടൊക്കെ സംശയം വരൽ സ്വാഭാവികമല്ലേ സുഹൃത്തുക്കളെ?
ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു LLB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സംഭവമല്ല. ഇപ്പോൾ 3 വർഷം കൊണ്ടൊരു LLB ഡിഗ്രി എടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 27 വിഷയങ്ങളുണ്ട് LLBക്ക്. CRPC, CPC, IPC എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് IT ആക്ട്, പിന്നെ ഒരുപാട് വിഷയങ്ങൾ, 27 വിഷയങ്ങളുണ്ട്. ഈ 3 വർഷത്തിനുള്ളിൽ ഈ 27 വിഷയങ്ങളുടെയും എക്സ്റ്റേണൽ എക്സാമിനേഷൻ പാസ്സാവണം. ഈ 27 വിഷയങ്ങളുടെയും ഇൻറ്റേർണൽ എക്സാമിനേഷൻ പാസ്സാവണം, ഇൻറ്റേർണൽ അസസ്മെൻറ്റ് പാസ്സാവണം. എല്ലാ വിഷയത്തിനും നമ്മൾ അസൈൻമെൻറ്റ് എഴുതണം, നമ്മൾ സെമിനാർ പ്രസൻറ്റ് ചെയ്യണം. എല്ലാ വിഷയത്തിനും ഉണ്ട് സെമിനാർ പ്രസൻറ്റ് ചെയ്യണം, അസൈൻമെൻറ്റ് എഴുതി കൊടുക്കണം. അതുപോലെ തന്നെ കോർട്ട് വർക്കുണ്ട്. കോർട്ടിൽ പോയിരുന്ന് കോർട്ടിലെ കാര്യങ്ങൾ മുഴുവൻ പഠിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കണം. അതുപോലെ മൂട്ട് കോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്. അതായത് ഒരു കോടതിയാണ്, ഒരു മൂട്ട് കോർട്ട് എന്ന് പറയുന്ന ഒരു മോക്ക് കോർട്ട് പോലെയാണ്. അവിടെ ജഡ്ജിമാരുണ്ടാവും, വാദിക്ക് വേണ്ടി വാദിക്കണം, പ്രതിക്ക് വേണ്ടി വാദിക്കണം. അങ്ങനെ മൂട്ട് കോർട്ടുണ്ട്. എല്ലാ സെമസ്റ്ററിലും വൈവേ ഉണ്ട്. അവസാന സെമസ്റ്ററിൽ ഒരു മെയിൻ വൈവേ ഉണ്ട്. അതിലൊരു 7-8 വിഷയങ്ങളുണ്ട്. ആ മെയിൻ വൈവേ ഉണ്ട്. പിന്നെ അറ്റൻഡൻസ് ഉണ്ട്. മിനിമം 75% അറ്റൻഡൻസ് ഉണ്ടാവണം. അപ്പം ഇതിലൂടെയൊക്കെ വിജയകരമായി കടന്നു വന്നാൽ മാത്രമേ ഒരു നിയമബിരുദം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ഒരു നിയമബിരുദധാരിയായിട്ടുള്ള എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. വലിയ പാടാണ്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലാണ് പാസ്സായതെങ്കിലും വലിയ പാടാണ്, ഒരു സംശയമില്ല. സാധാരണ ഒരു കോഴ്സ് പോലെ അല്ല LLB എന്ന് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള, എന്ന് മാത്രമല്ല നിയമമായതുകൊണ്ട് സങ്കീർണവുമാണ്. അപ്പോൾ അതും ആ നിയമബിരുദവും എടുത്ത ആളാണ് റഹീം. അയാൾക്ക് താൻ കർണാടകത്തിൽ ചെന്ന ആ സംഭവം ഒന്ന് വിശദീകരിക്കാനുള്ള മിനിമം ഇംഗ്ലീഷ് പോലും അറിയാൻ പാടില്ലായിരുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും അയാൾ എടുത്തിട്ടുള്ള ബിരുദാനന്തര ബിരുദവും പിന്നെ നിയമബിരുദവും ഒക്കെ സംശയത്തിന് നിഴലിലാകുകയല്ലേ സുഹൃത്തുക്കളെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ MA ഇസ്ലാമിക് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റഹീമിൻ്റെ പരീക്ഷാ പേപ്പറുകൾ സത്യം പറഞ്ഞാൽ പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. കാരണം വെച്ചാൽ ഇത്രയും ഇംഗ്ലീഷ് പറയാൻ അറിയാൻ പാടില്ലാത്ത ആൾക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷ് എഴുതാൻ അറിയാൻ പറ്റുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും എലിമെൻ്ററി ആയിട്ടുള്ള വിവരം പോലും ഇംഗ്ലീഷ് പറയാനില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എഴുതി ഫലിപ്പിക്കാൻ കഴിയുന്നത്? സങ്കീർണമായിട്ടുള്ള നിയമവിഷയങ്ങൾ IPCയും CPCയും CRPCയും ഇതൊക്കെ എങ്ങനെയാണ് ഇയാൾക്ക് ഇത്ര സങ്കീർണമായി എഴുതാൻ കഴിയുന്നത്? കഴിയാൻ ഒരു സാധ്യതയുമില്ല. കാരണം ഇത്രയും അടിസ്ഥാനപരമായിട്ടുള്ള ഇംഗ്ലീഷ് പോലും ഇയാൾക്ക് അറിയില്ല. അപ്പോൾ അയാൾ എങ്ങനെയാണ് CPCയും IPCയും CRPCയിലും ഒക്കെയുള്ള നിയമപ്രശ്നങ്ങൾ പരീക്ഷയിൽ എഴുതുക? എനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല. തീർത്തും അവിശ്വസനീയമാണ്, തീർത്തും അവിശ്വസനീയം. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ റഹീമിൻ്റെ MA ഇസ്ലാമിക് ഹിസ്റ്ററിയുടെ പരീക്ഷാ പേപ്പറുകൾ അത് പൊതുമണ്ഡലത്തിൽ കൊണ്ടുവരാനുള്ള നടപടി കേരള സർവകലാശാല എടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഇത് റഹീം തന്നെയാണോ ഈ പരീക്ഷ എഴുതിയിട്ടുള്ളത്? റഹീമിൻ്റെ കൈപ്പടയിലാണോ ഈ പരീക്ഷകൾ എഴുതിയിട്ടുള്ളത്? റഹീമിൻ്റെ കൈപ്പടയിൽ റഹീം എഴുതിയ പരീക്ഷ അതിൽ റഹീം പാസ്സായിട്ടുണ്ടോ? എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്? അത് പുറത്തു കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ തന്നെ LLBയുടെ പരീക്ഷ, ലോ അക്കാദമിയിൽ നിന്ന് റഹീം LLBയുടെ പരീക്ഷ എഴുതിയിട്ടുള്ള പരീക്ഷ പേപ്പറുകൾ പുറത്തു വന്നപ്പോൾ ലോ അക്കാദമിയെക്കുറിച്ചിട്ട് ഒരു പിടി വിമർശനങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തതാണ്. ഇടതുപക്ഷത്തും വലതുപക്ഷത്തുമുള്ള ഈ പറഞ്ഞ പോലെ സജി ചെറിയാൻ കടന്നപ്പള്ളി രാമേന്ദ്രനൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഒക്കെ തന്നെ അവിടുന്ന് LLB എടുത്തായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അത്ഭുതം തന്നെ. ഭരണഘടന കുന്തവും കുടച്ചക്രം എന്ന് പറഞ്ഞ സജി ചെറിയാൻ അവിടുന്ന് LLB എടുത്തായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കടന്നപ്പള്ളി രാമേന്ദ്രൻ LLB എടുത്തായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരുപിടി ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള സ്ഥാപനമാണ് ലോ അക്കാദമി. LOW അല്ലെ LAW അക്കാദമി. അവർ കൃത്രിമമായിട്ട് LLB ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള ആരോപണം വളരെ പ്രകടമായി അവർക്കെതിരെ ഉയർന്നിട്ടുള്ളതാണ്. വലിയ സമരങ്ങൾ അവിടെ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റഹീം കേരള സർവകലാശാലയിൽ എഴുതിയ പരീക്ഷാ പേപ്പറുകൾ പൊതുമണ്ഡലത്തിൽ കൊണ്ടുവരുന്നത് പോലെ തന്നെ LLBയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റഹീം ലോ അക്കാദമിയിൽ എഴുതിയിട്ടുള്ള പരീക്ഷയുടെ പരീക്ഷാ പേപ്പറും പൊതുമണ്ഡലത്തിന് പരിശോധിക്കാൻ വേണ്ടി പൊതുമണ്ഡലത്തിലേക്ക് വരേണ്ടതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആരോപണമായി ഉന്നയിക്കുന്നത് അദ്ദേഹം തന്നെയാണോ ഈ പരീക്ഷ എഴുതിയത് എന്നത് സംബന്ധിച്ച് എനിക്ക് വളരെ ഗൗരവമായിട്ടുള്ള സംശയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ
എ റഹീം എന്ന് പറയുന്ന രാജ്യസഭാംഗം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയ MA ഇസ്ലാമിക് ഹിസ്റ്ററിയുടെ പരീക്ഷാ പേപ്പറുകളും ഈ റഹീം എന്ന് പറഞ്ഞിട്ടുള്ള ഈ രാജ്യസഭാംഗം ലോ അക്കാദമിയിൽ നിന്ന് നേടിയ LLBയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അയാളുടെ പരീക്ഷാ പേപ്പറുകളും പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അത് പൊതുമണ്ഡലത്തിലേക്ക് വരാത്തിടത്തോളം കാലം ഇയാൾ നേടിയ ബിരുദാനന്തര ബിരുദവും നിയമബിരുദവും സംശയത്തിൻ്റെ മുനയിലായിരിക്കും, സംശയാസ്പദമായിരിക്കും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.